ജോർജ് സ്റ്റീഫൻസൻ്റെ അതിമനോഹരമായ ദി ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ 5-ാം ഭാഗം ശ്രദ്ധിക്കാം. സിൽവറുടെ കുതന്ത്രത്തെപ്പറ്റി എനിക്ക് ബോധ്യമായി. ശരി തന്നെ, എൻ്റെ സംശയം ശരി തന്നെ. ലോങ് ജോൺസ് ഒരു കടൽ കൊള്ളക്കാരൻ തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു. ഉടൻ തന്നെ പ്രഭുവിനെ ഇതറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ ലോങ് ജോൺസൺ അയാളുടെ ആളുകളുമായി സ്ഥലം വിട്ടു. ഞാൻ സമയം കളയാതെ പ്രഭുവിൻ്റെ അരികിലേക്ക് ഓടി. ലോങ് അദ്ദേഹത്തിൻ്റെ കുതന്ത്രത്തെപ്പറ്റി കേട്ടതൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കുറേ നേരം ചിന്തിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, നാം ദ്രുതഗതിയിലൊന്നും പ്രവർത്തിക്കരുത്. തക്ക സമയം വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ക്യാപ്റ്റനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രഭു ആത്മാർത്ഥമായി പറഞ്ഞു, ഇക്കാലം അത്രയും നിങ്ങളെ വെറുതെ ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഏറ്റവും വിശ്വസിച്ചത് സിൽവറയാണ്. എന്തൊരു നാണക്കേടാണ്. കഴിഞ്ഞതൊക്കെ മറന്നേക്കൂ, ക്യാപ്റ്റൻ പറഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. ലോങ് ജോണിന് സംശയത്തിന് ഇട കൊടുക്കുന്നതൊന്നും നാം ചെയ്യരുത്. അവിടെ കൂടിയ എല്ലാവരെയും അദ്ദേഹം അത് ഓർമ്മിപ്പിച്ചു. കപ്പലിൽ ഉള്ള 26 പേരിൽ പ്രഭുവിൻ്റെ സേവകരായ റെഡ് റൂത്ത്, ജോയ്സ്, ഹണ്ടർ എന്നിവർ മാത്രമേ വിശ്വസിക്കുന്നവരായി കൊള്ളാവുന്നവരായി ഉള്ളൂ. അദ്ദേഹം തുടർന്നു, പിന്നെ ജിം ഉൾപ്പെടെ നമ്മൾ 4 പേർ. 19 പേർക്ക് എതിരെ 7 പേര്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിറ്റേന്ന് നിധി ദ്വീപ് ദൃഷ്ടിയിൽ പെട്ടപ്പോൾ ദ്വീപിന് ചുറ്റുമുള്ള കടൽ നന്നായി അറിയുന്ന ലോങ് ജോൺ സുരക്ഷിതമായ സ്ഥലത്തെപ്പറ്റി അങ്ങോട്ടേക്ക് കപ്പൽ അടുപ്പിക്കാൻ നിർദ്ദേശിച്ചു. ബോട്ട് വെള്ളത്തിലിറക്കാൻ ആജ്ഞ നൽകിയപ്പോൾ കപ്പൽ ജീവനക്കാരുടെ മുറുമുറുക്കുന്ന രീതിയിൽ നിന്ന് അവർ ഏതവസരത്തിലും ക്യാപ്റ്റൻ്റെ ആജ്ഞകൾ ലംഘിക്കും എന്ന കാര്യം കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങി. സിൽവർ മാത്രം ക്യാപ്റ്റൻ്റെ ആജ്ഞ ഉടൻ തന്നെ അനുസരിക്കുന്നതായി ഭാവിച്ചു. എന്നിട്ട് അയാൾ ഓരോ നാവികൻ്റെയും അടുക്കൽ ചെന്ന് രഹസ്യമായി സംസാരിച്ചു. ഇതെല്ലാം നിരീക്ഷിച്ച ക്യാപ്റ്റൻ എന്നെയും ഡോക്ടർ ലിവ്സിയെയും പ്രഭുവിനെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നാവികർ ഏതു സമയത്തും ഇടയും. സിൽവർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യത്തിൽ അയാൾക്കൊന്നും തുറന്നു പറയാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് അവരെ തീരത്തേക്ക് വിടുകയാണ് ഏറ്റവും നല്ലത്. അയാൾ അവളെ ബോധ്യപ്പെടുത്തി. ഈ ലഹള എത്രത്തോളം താമസിപ്പിക്കാമോ അത്രത്തോളം നിലനിൽപ്പിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടും. നാവികർക്ക് ദ്വീപിൽ കറങ്ങാൻ കപ്പലിൽ പ്രഭു സമയം അനുവദിച്ചിരിക്കുന്നുവെന്ന് ക്യാപ്റ്റൻ അവരോട് അറിയിച്ചു. അവരുടെ ബോട്ട് നീങ്ങിത്തുടങ്ങിയപ്പോൾ ഞാനും ബോട്ടിലേക്ക് ചാടിക്കയറി. കരയ്ക്കടുത്തപ്പോൾ ആരെങ്കിലും എന്നെ തടയുന്നതിന് മുമ്പേ ഞാൻ കാട്ടിലേക്ക് ഓടിപ്പോയി. ജിം, നിൽക്കൂ, സിൽവർ വിളിച്ചു പറഞ്ഞു. ഞാനത് കേൾക്കാത്ത മട്ടിൽ ഓടിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.